പാലേക്കർ മെത്തേഡിൻ്റെ വിമർശനങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു വിമർശനം അതിന് ശാസ്ത്രീയമായ തെളിവുകളുടെ കുറവാണെന്നുള്ളതാണ്. ഓരോരുത്തരുടെ അവകാശവാദങ്ങൾ എന്നതിനപ്പുറത്ത് ഇത് എത്രമാത്രം ഫലപ്രദമാണ്, ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെ പരീക്ഷിച്ച് വിജയിച്ചിട്ടില്ല, അതിൻ്റെ കുറവെന്ത്, നന്മ എന്തെന്നുള്ള ശാസ്ത്രീയമായൊരു തെളിവ് നൽകുവാൻ വേണ്ടി ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഇല്ലായികയില്ല, എന്നാലും ഒരു വിമർശനമായിട്ട് പറയാവുന്നതാണ്. പക്ഷേ ഇതാരുടെയാണ് കുഴപ്പം? ഇങ്ങനെ നൽകപ്പെടുന്ന കണ്ടുപിടുത്തങ്ങളും ഒരു കൃഷിക്കാരന് തന്നെ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് ഇതെല്ലാം തെളിവ് കണ്ടെത്തി വിജയിപ്പിക്കാൻ വിഷമമാണ്. അതേസമയം ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇങ്ങനെ ഓരോ മെത്തേഡുകൾ വരുമ്പോൾ സർക്കാരെതര ഏജൻസികളും ചേർന്ന് പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തി യൂണിവേഴ്സിറ്റികളോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളൊക്കെ നടത്തി ഇതിന്റെ ഗുണങ്ങളും ദോഷവും ഒക്കെ കണ്ടുപിടിച്ച് ഇതിനെ പരിഷ്കരിച്ച് മെച്ചപ്പെടുത്തി നൽകേണ്ടതല്ലേ? അതിന് പകരം ക്രിറ്റിസിസം, അത് ശാസ്ത്രീയ പിൻബലമില്ല, അല്ലെങ്കിൽ തെളിവുകളുടെ അഭാവം, ഒരു ക്ലിനിക്കൽ പരീക്ഷണം എന്ന് പറയുന്ന പോലെ ഒന്നും നടത്തിയിട്ടില്ല, ഇത് വെറും അവകാശവാദങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് സ്വാഭാവികമായും ഈ ക്രിറ്റിസിസം വരുന്നത് വലിയ മരുന്ന് കമ്പനികളൊക്കെ സ്പോൺസർ ചെയ്ത് അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതായതുകൊണ്ട് തകർക്കാൻ വേണ്ടി ഉള്ളതാണോ എന്നാണ് സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം. അപ്പോൾ ഈ ഒരു കുഴപ്പം ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ തന്നെ അതിനെ പരിഹരിക്കാനുള്ള മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതല്ലേ? അതേസമയം വിളവെടുപ്പ് കുറയാം എന്നൊരു ആരോപണമുണ്ട്. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള കൃഷികളിൽ രാസവളങ്ങളൊന്നും ഇല്ലാതെ നടത്തുമ്പോൾ വിളവെടുപ്പ് ഒറ്റയടിക്ക് കുറഞ്ഞാൽ എന്ത് ചെയ്യും? വിപണി സർട്ടിഫിക്കേഷന് വേണ്ടി ഇത് പോകാത്തത് കൊണ്ട് ചിലപ്പോൾ എക്സ്പോർട്ടൊക്കെ നടത്താനായിട്ട് സാധ്യതയില്ല. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പശുവിനെ ആശ്രയിച്ച് എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ട്രഡീഷണൽ രീതികളെ മാത്രം പിന്തുടരുന്നതാകുമ്പോൾ അത് വിമർശനത്തിന് വിധേയമാകുന്നു. പശു ഇല്ലാത്ത നാട്ടിൽ മറ്റെന്തെങ്കിലും ജീവികളാണ് വളർത്തുന്നതെങ്കിൽ ചാണകത്തിന്റെയും മൂത്രത്തിന്റെയും ഗവേഷണം നടത്താത്തടത്താണെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കും? അപ്പോൾ ലോകത്തിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്ന വിധത്തിൽ ഇതിനെ വികസിപ്പിച്ചെടുക്കാനോ പോരായ്മകൾ പരിഹരിക്കാനോ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സാങ്കേതികമായ പരിമിതികൾ ഇതിനുണ്ട്. കാരണം വിളവ് ഒത്തിരി ആവശ്യമാവുകയും എല്ലാവരും തീറ്റിപ്പോറ്റുകയും ചെയ്യേണ്ടി വരുമ്പോൾ കിട്ടുന്നത് പോരട്ടെ, ഉള്ളത് മാത്രം മതിയെന്ന് പറഞ്ഞിരിക്കാനായിട്ട് ആധുനിക കൃഷിയിൽ സാധിക്കുകയില്ല. അപ്പോൾ പ്രിസിഷൻ ഫാമിങ്ങിലും ഹൈഡ്രോപോണിക്സ് മെത്തേഡിലും ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലാത്തതുകൊണ്ടും സാങ്കേതികമായ അഡ്വാൻസ്മെന്റ്സ് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് ഇതിനകത്ത് നടത്താത്തത് കൊണ്ടും പിന്നെ അവകാശവാദങ്ങൾ എന്ന നിലയിൽ തന്നെ ഇത് നിന്നു പോകുന്നത് കൊണ്ടും തമാശയ്ക്കോ രസത്തിനോ കേട്ടിരിക്കാമെന്നല്ലാതെ എല്ലായിടത്തും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് സാധിക്കാതെ പോകുന്നു എന്നൊരു പരാതിയാണ് ഇതിനെക്കുറിച്ചുള്ളത്. പാലേക്കർ മെത്തേഡ് നല്ലതാണ്, അല്പം ഉണ്ടാക്കി എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിച്ചാൽ മതി എന്ന് ആശ്രയിക്കുന്നവർക്ക് നല്ലതാണെങ്കിലും വളരെ വലിയ തോതിലുള്ള കൃഷി രീതികൾക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല, സാധ്യമല്ല, അതൊരു പോരായ്മയാണ് എന്നതാണ് ഇതിനെക്കുറിച്ച് പറയാവുന്ന വലിയൊരു വിമർശനം.